എനിക്ക് ചിരിക്കാൻ വയ്യ. എന്റെ മോനെ, അതായത് പിന്നെ ഇൻസ്റ്റയില് ഇപ്പം സബ്ബൊക്കെ തുടങ്ങിയെന്ന് പറയുന്നതായിട്ട് 50,000 രൂപ ഫൈൻ എനിക്ക് നെയ്യാറ്റിങ്കരയുള്ള എക്സൈസ് ഓഫീസിൽ നിന്ന് ഫൈൻ അടിച്ച് തന്നിട്ടുണ്ട്. എല്ലാവർക്കും നമസ്കാരം. റണാസുനയാണല്ലോ എല്ലാത്തിനും തുടക്കം. എന്നാൽ റണാസുനയിൽ തുടങ്ങിയ പ്രശ്നം വന്ന് നിന്നത് ഒരു കൊച്ചു പയ്യന്റെ ഒരു വിഷയമായിരുന്നു. നെക്സോബിയൻ എന്ന് പറയുന്ന ഒരു പയ്യന്റെ വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നും കുറെ വീഡിയോസ് ഒക്കെ പലരുടെയും കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കൂടെ നിന്നിട്ട് കുതുകാല് വെട്ടിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കോൾ റെക്കോർഡിങ്, വോയിസ് റെക്കോർഡിങ്, അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഷെഫീനയോടൊക്കെ പുച്ഛമാണ് തോന്നിയത്. സീരിയസ്ലി പറയാം, എനിക്ക് പുച്ഛമാണ് തോന്നിയത്. നിങ്ങൾ എന്തുവാ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇവിടെയും അവിടെയൊക്കെ നിന്നിട്ട് ഒരുമാതിരി ചീഞ്ഞ കളിയാണ് കളിച്ചിട്ടുള്ളത്. സീരിയസ്ലി കണ്ടപ്പം എന്തുവാ ഇത്? കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾ മാസാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണോ? എനിക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ആ ഒരു മൈൻഡ് സെറ്റ്. ഞാൻ വിചാരിച്ചതിനേക്കാളും പുച്ഛമാണ് തോന്നിയത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. ഈ നെക്സോവിയൻ എന്ന് പറയുന്ന പയ്യന്റെ അമ്മയ്ക്ക് സജീനയൊക്കെ തെറി വിളിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അടക്കം അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പയ്യനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇട്ടത്. ഓക്കെ, അങ്ങനെ ആ പയ്യന്റെ കൂടെ പോയിട്ട് ആ പയ്യനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ ഷെഫീനെ കൂടെ നിൽക്കുന്നതായിട്ട് അവനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവന്റെ കൂടെ നിന്നിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാനും പറയുകയും, എന്നാൽ തിരിച്ച് ഇപ്പുറത്ത് വന്ന് നിന്നിട്ട്, അതായത് സജീനയും മറ്റവളുടെയൊക്കെ കൂടെ വന്നിട്ട് തിരിച്ച് ഈ പയ്യനിട്ടും കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലിച്ച് ഇടയിൽ നിന്നൊരു മുട്ടനാടിന്റെ കളിയില്ലേ, ആ കളി കളിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഇടയിൽ ഒന്നിലും പെടാത്ത എന്റെ പേരിലും കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന സജിനെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു എന്ത് മൈൻഡ് സെറ്റ് ആണെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിലടിപ്പിച്ചിട്ട് അതിന്റെ ഇടയിൽ കയറുന്ന കൊണയടിച്ചിട്ട് ഞാൻ താന്താ മാസ്, ഇതെല്ലാം ഞാനാണ് എന്നുള്ളൊരു സെറ്റപ്പ്. അതുപോലെ തന്നെ ഈ പയ്യൻ കേസ് കൊടുക്കാനായിട്ട് സ്റ്റേഷനിൽ പോയ സമയത്ത് ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞ സമയത്ത് ഞാൻ സജിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പയ്യൻ ഇങ്ങനെ കേസ് കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്, എന്തെങ്കിലും സംസാരിച്ച് ഡീൽ ചെയ്യാനുണ്ടെങ്കിൽ ഡീൽ ചെയ്യും, ചുമ്മാ വള്ളികൾ ഓരോന്നായിട്ട് എടുത്ത് വെക്കണ്ട. ഞാൻ അവിടെയും ചിന്തിച്ച് 2 കേസുണ്ട്. ഒന്ന് ഈ സജിനയുടെ ഫാമിലി, ഇപ്പൊ അവരെന്താ അപ്രാച്ചി ആയാലും ഫാമിലി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു മനസ്സിൽ എവിടെ അലിഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും അവരെ ഒന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. അത് ഇനിയും സപ്പോർട്ട് ചെയ്യത്തില്ല. സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തുമില്ല, ചെയ്യത്തുമില്ല. എന്നാലും എവിടെയോ അതുപോലെ തന്നെ ആ പയ്യന്റെ കേസ്, ഒരു കുട്ടി പയ്യനാണ്. അവൻ ഇനി ജീവിതം ജീവിച്ച് തുടങ്ങുന്നേ ഉള്ളൂ, സ്കൂളിൽ പഠിക്കുന്നേ ഉള്ളൂ, ഞങ്ങളുടെ കരിയറുണ്ട്, ഓരോ കാര്യങ്ങളായിട്ടൊക്കെ അവന് പോകണം. അതിന്റെ ഇടയിൽ കേസും കോലാണ്ടിയൊക്കെ നടന്നു കഴിഞ്ഞാൽ അവനെയും ബാധിക്കും, അവന്റെ ലൈഫിനെ ബാധിക്കും, അവന്റെ കരിയറിനെ ബാധിക്കും. ഇതെല്ലാം ഞാൻ ചിന്തിച്ച് ഏറ്റവും കൂടുതൽ ആ പയ്യനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. അവനൊരു കേസുമായിട്ട് അങ്ങോട്ട് പോയാലും അവരിങ്ങോട്ട് കൊടുത്താലും കേസ് ആണല്ലോ. അതുകൊണ്ട് രണ്ടുപേരുടെ ലൈഫിനും ബാധിച്ച് ചുമ്മാ കുളം തോണ്ടാൻ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി എനിക്ക് പേഴ്സണലി താല്പര്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ നിന്നിട്ട് ഒന്ന് സംസാരിച്ചായിരുന്നു. എനിക്കത് തെറ്റായിട്ട് ഇപ്പോഴും തോന്നുന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ചെയ്ത് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം, അതിൽ നീ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു. ഞാൻ ആ പയ്യന്റെ ലൈഫിനെ കുറിച്ച് ആലോചിച്ചു. നമ്മളെയൊക്കെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, നമ്മളൊക്കെ പോട്ട് പുല്ല്, നമ്മളിതെല്ലാം കണ്ടും കേട്ടും വിഷയമില്ല. പക്ഷെ അവൻ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ ഇത്തരം കേസുകളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് അവന്റെ ജീവിതത്തെ ബാധിക്കും. പ്രത്യേകിച്ച് ഫാമിലിയായിട്ട് ആ കേസും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പൈസ ചെലവും ഉണ്ട്. അപ്പൊ എല്ലാം ഫിനാൻഷ്യലി അവനെ ബാധിക്കും, അവന്റെ ലൈഫിനെ ബാധിക്കും, അവന്റെ കരിയറിനെ ബാധിക്കും, മൊത്തം ബാധിക്കും. അത് ഞാൻ ആദ്യം ചിന്തിച്ചൊരു കാര്യമാണ്. അതിനെ തുടർന്നിട്ടാണ് ഞാൻ ഈ കോംപ്രമൈസ് എന്നുള്ള സെറ്റപ്പ്, അത് എങ്ങനെയെങ്കിലും നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഇല്ലാണ്ട് തീരണമെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചത്. എന്ന് വെച്ചിട്ട് ഞാൻ ഈ സജിനെയോ രേണുവിനെ മൂട് താങ്ങി നടന്ന ഓരോണ്ണത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്തില്ല, മനസ്സിലായോ? അതുപോലെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അവർക്ക് ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനത്തെ ഊളത്തനങ്ങൾ കാണിച്ചു നടന്നാൽ അതിനൊക്കെ കുടുംബമുണ്ട്. അല്ലെങ്കിൽ സജിന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോനുണ്ട്, അങ്ങനെ ഇങ്ങനെ ഫാമിലിയൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെയൊക്കെ മൂട് താങ്ങി നടക്കുന്ന ആണമില്ലേ എന്ന് ഞാൻ സജിനെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അവർക്കും അറിയാം. ഓക്കെ, വോട്ടവർ. അതുകൊണ്ട് ഞാൻ എങ്ങനെയും സോൾവ് ആയി പോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറി സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഷെഫീനയുടെ ഒക്കെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ കയറി സ്റ്റാർ കളിച്ചിട്ട് ഇത് അവർ സോൾവ് ചെയ്തതായിട്ട് വരണം. ഓക്കെ, നിങ്ങൾ സോൾവ് ചെയ്തതായിട്ട് വന്നോട്ടെ, എനിക്കൊന്നുമില്ല, എനിക്ക് ആരുടെ ക്രെഡിറ്റും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു മനുഷ്യത്വം കാണിച്ചെന്നേ ഉള്ളൂ. എനിക്കല്ലാണ്ട് നിങ്ങളുടെ ക്രെഡിറ്റ് വേണമെന്നോ നിങ്ങളുടെ എനിക്കൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ അടിയിൽ കൂടി കാണിക്കുന്ന ഈ ഒരു ചീഞ്ഞളിഞ്ഞ പരിപാടി അത് ലൈഫിലോട്ടോ എത്തത്തൂല്ല, അത് നല്ലൊരു കാര്യമല്ല. ഞാൻ നിങ്ങൾക്ക് ഇട്ട് എന്തെങ്കിലും പണിയാവുന്നു ഇല്ല. ഇപ്പൊ കാലങ്ങളായി നിങ്ങൾക്കെതിരെ വീഡിയോ ചെയ്തിട്ട്. അതിനു മുമ്പേ നിങ്ങൾക്ക് പഴയ ചൊരുക്കാണോ വോട്ടർ എനിക്കറിയത്തില്ല, നിങ്ങൾ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്തോ. ഇടക്കാലത്തൊക്കെ എൻ്റെ അടുത്ത് അന്ന് രേണു കേസ് കൊടുത്ത സമയത്തൊക്കെ വിളിച്ച് സ്നേഹമായിട്ട് സംസാരിച്ചാണ്. അപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, തോട്ടുണ്ട്, അറിയാം, പണി കിട്ടിയിട്ടുള്ളത് എനിക്കറിയാം നല്ലോണം. അതുകൊണ്ടാണ് ഞാൻ അടുക്കാനൊന്നും പോവാത്തത്. അതിനുശേഷം മറ്റേ ബഷീറുടെ കേസിൽ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ വളരെ ഇതായിട്ടാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ ഒരു മൈൻഡ് സെറ്റ്
വളരെ മോശമാണെന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിച്ചിട്ട് ഇടയിൽ ഇരുന്നിട്ട് കൊണയടിച്ചിട്ടുള്ള ഒരു സെറ്റപ്പ് മാച്ചാണ് കേട്ടോ. ഒരിടത്ത് എത്തത്തില്ല ഇങ്ങനത്തെയൊക്കെ മൈൻഡ് സെറ്റ് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ. എന്തായാലും അതെനിക്ക് ഇതിന്റെ ഇടയിൽ പറയണമെന്ന് തോന്നി. കുറെ പേരെന്റെ ചോദിച്ചു, അതിൽ നിനക്ക് ഇതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ടൊന്നും പറയാനില്ല. ഞാൻ എന്ത് പറയാനാണ്? ഈ ഇങ്ങനത്തെ ഒരു വൃത്തിയിട്ട മൈൻഡ് സെറ്റിൽ കിടന്ന് തമ്മിൽ തല്ലുന്നതിന്റെ ഇടയിൽ ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ തന്നെ പറ. എനിക്കിങ്ങനത്തെ ഒരു കുണച്ച മൈൻഡൊന്നുമില്ല. അടി കൂടി പോയിട്ട് പാരമണി, അടി കൂടെ പോയിട്ട് തമ്മിൽ തല്ലിപ്പിക്കുക, ഈ പരിപാടി, ഈ മൈൻഡ് സെറ്റ് ഒന്നും എനിക്കില്ല. എനിക്ക് നേരെ പോകണം. ഞാനത് സജിനായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിമർശിക്കും, നിങ്ങളെ ഞാൻ ഇനിയും പറയും. നിങ്ങൾ കാണിക്കുന്ന ഒരു ഇതും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആ പയ്യനെ തെറി വിളിച്ച് വളരെ മോശമായിപ്പോയി. പ്രത്യേകിച്ച് അവനെ ആ സ്കൂളിൽ നിന്റെ ബാക്കിയുള്ള പെമ്പിള്ളാരായിട്ട് കുട്ടികളായിട്ട് കമ്പയർ ചെയ്ത് ആ കമ്പാരിസൺ വളരെ മോശമായി പോയി. ഇതെല്ലാം ഞാൻ വ്യക്തമായിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? വീണ്ടും എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാനത് മൊത്തത്തിൽ വീഡിയോയിൽ പറഞ്ഞു പോകാൻ തോന്നി. എൻ്റെ അടുത്ത് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറഞ്ഞു. എനിക്കിതിനെ പറ്റിയിട്ടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. എന്തിനാണ് ഇതിട്ട കേസിൽ സംസാരിക്കുന്നത്? തമ്മിൽ തല്ല്, മുട്ടനാനെ മറ്റേ ഇടിപ്പിച്ച് ചോര ഓടിക്കുന്ന ആ ഒരു സെറ്റപ്പ്, അടി കൂടി പാറ പണിയില്, ആപ്പടിപ്പ്, ഇനി ഇതൊക്കെ വിടാനുള്ള ഒരു സമയമായില്ല എൻ്റെ പൊന്ന് ഷഫീന ചേച്ചി. അയ്യോ, ഒന്നും പറയാനില്ല എനിക്ക്. നാളെ ചിലപ്പോൾ എനിക്കെതിരെ വരുമായിരിക്കും. വാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനിനി അങ്ങോട്ട് വരുന്നില്ല, മൈൻഡ് ചെയ്യാനും പോകുന്നില്ല. മനസ്സിലായോ? എനിക്ക് താല്പര്യമില്ല. അത് തന്നെ എൻ്റെ ഒരു ഇത് അത്ര പറയണമെന്ന് തോന്നി. കാരണം നിങ്ങൾ കിടന്ന് കാണിക്കുന്നത് കാണുമ്പോൾ ദൈവം, ഞാൻ വോയിസ് ഒക്കെ കേട്ടപ്പോൾ അയ്യേ ഇവർ ഇത്രയേ ഉള്ളൂ. എനിക്ക് പുച്ഛമാണോന്ന്, എനിക്ക് നിങ്ങളുടെ ദേഷ്യമല്ല സീരിയസ്ലി തോന്നി. എനിക്ക് പുച്ഛമാണോന്ന്. അയ്യേ ഇവരിങ്ങനെയാ. ഇതാണ് ഞാൻ ചിന്തിച്ചത്. പുച്ഛം, വീണ്ടും പുച്ഛം മാത്രമേ എനിക്ക് നിങ്ങളുടെ അടുത്തുള്ളൂ. ഇതിനെ നിങ്ങളെക്കാളും ഫാർ ബെറ്ററാണ് രേണുവിന്റെ കൂട്ടുകാരികൾ. ഉള്ള കാര്യം പറയാം, ഫാർ ബെറ്ററാണ്. ഇങ്ങനെ അടി കൂടി ആപ്പ് പണിയുന്നതിനേക്കാളും ഫാർ ബെറ്ററാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. അതിനെ സപ്പോർട്ടൊന്നും അവരെയൊന്നും ചെയ്യത്തില്ല. കാരണം അവരെ ഒരു സമയത്ത് ഞാൻ ഈ സജിനെ വിളിച്ച സമയത്തും വ്യക്തമായിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാകാതെയാണ് വീണ്ടും രേണുവിനെ മൂട് താങ്ങിക്കൊണ്ട് നടന്നത്. അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇനിയിപ്പോൾ എന്നെ കാണിച്ചാലോ അത് അവിടെ കാണിച്ചോണ്ട് പോട്ടെന്നേ ഞാൻ പറയത്തുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വേറൊരുത്തി ഉണ്ടല്ലേ, അവളെ പേര് ഞാൻ വിട്ടു പോണു. കോപ്പ്. അവളെൻ്റെ അമ്മയ്ക്ക് വിളിച്ചായിരുന്നു. എനിക്ക് തിരിച്ച് വിളിക്കാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, കുറച്ച് തന്തയ്ക്കൊക്കെ ഞാൻ വിളിച്ചായിരുന്നു കേട്ടാ. അതും ആ ലെവലിൽ ഞാൻ വിട്ട്. എനിക്ക് തിരിച്ച് പറയാൻ അറിഞ്ഞൂടാത്തോണ്ട, തിരിച്ച് വീഡിയോ ചെയ്യാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, നിന്നേക്കാളും പച്ചാതെറി വിളിക്കാൻ നല്ല പോലെ എനിക്കറിയാം. എന്നിട്ട് വേണ്ടെന്ന് വെച്ച് നടക്കുന്നത്. ഓക്കെ അല്ലേ? കാര്യം പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും റണാസുനയുടെ അവരുടെ വീഡിയോകളൊന്ന് തുടങ്ങാം സുഹൃത്തുക്കളെ. നിന്നെ കാണുമ്പോ എനിക്കും ചിരിക്കാതിരിക്കാൻ വയ്യ. ഉള്ള കാര്യം പറയാലോ, നിന്റെ കോമാളിത്തനങ്ങൾ കണ്ട് ചിരിച്ചിരിച്ച് മരിക്കണം, അല്ലാണ്ട് വേറൊന്നുമില്ല. എന്റെ മോനെ, അതായത് അൽത്തു കാസർഗോഡ് വ്ളോഗറായി. ഓ, ഇനി അവന്റെ നെഞ്ചത്തോട്ടോ എന്റെ പൊന്ന പ്രേക്ഷകരെ, അവന്റെ നെഞ്ചത്തോട്ടെ അടുത്ത്. എടാ അൽത്തുന്റെ അടുത്ത് എനിക്ക് പേഴ്സണലി കുറച്ച് സംസാരിക്കാണ്ട് കേട്ടോ. നിന്റെ വീഡിയോകൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് നിന്റെ അടുത്ത് പേഴ്സണലി എനിക്ക് സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അൽത്തുനെ ഒരു ബിഗ് ബോസ് സമയത്ത് ഞാൻ 50,000 ഹണിമോളിന്ന് വാങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ വ്യാജ വീഡിയോ ഇട്ട് എടുത്താനാണ്. പിന്നെ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാനത് വിട്ട്. എനിക്ക് പോട്ടെ, പുള്ളി എല്ലാ മനുഷ്യന്മാരും മനുഷ്യരല്ലേ, മനുഷ്യത്വം കാണിച്ചങ്ങ് വിട്ട്. ആ ഒരു ലെവലിൽ ഞാൻ വിട്ട്. എനിക്ക് നിന്റെ അടുത്ത് പക്ഷെ നിന്റെ പഴയ നീ വീണ്ടും പല വീഡിയോസിലും നീ കാണിക്കുന്നുണ്ട്. അത് നിനക്ക് പണി കിട്ടും. അതുകൊണ്ടാണ് എനിക്കത് പറയണം തോന്നി. എന്തായാലും പറ, രേണു പറ. മോൻ എന്താ പറഞ്ഞേ? രേണു ചേച്ചി മോൻ പറഞ്ഞത് കേട്ട് മോനെ പേടിച്ച് സൂചിച്ചിട്ട് DP മാറ്റിയിരുന്നു. അതായത് രേണു DP മാറ്റിയിട്ടുണ്ടായിരുന്നു. DP മാറ്റിയ സമയത്ത് ഇവൻ അൽത്തു എന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേട്ടും കൊണ്ടാണ്, അതായത് സുധിച്ചേട്ടന്റെ ഫോട്ടോ വെച്ചിരുന്നാൽ ഞാനിനി നാട്ടുകാരെയും കൊണ്ടുവന്ന് കേസ് കൊടുക്കും സുഹൃത്തുക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അതായത് സുധിച്ചേട്ടന്റെ വീട്ടുകാരെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് ഈ DP മാറ്റണമെന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുപ്പിക്കും എന്നൊക്കെ പറഞ്ഞു. അത് ആർക്കെങ്കിലും പറ്റൂടാ? അത് നടക്കുന്നല്ലോ കാര്യം തന്നെടാ. എനിക്ക് വേണമെങ്കിൽ നാളെ വേണമെങ്കിൽ ഇനിയിപ്പം ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ DP എടുത്തിടാം. ആർക്ക് വേണമെങ്കിൽ എടുത്തിടാം. അതൊന്നും വലിയ സംഭവമല്ലേ? അങ്ങനെ നീ പറയുമ്പോൾ അത് കേട്ട് വിശ്വസിക്കാൻ കുറെ മണ്ടന്മാരുണ്ടെന്ന് വേറൊരു സത്യം. അതാണ് അതിന്റെ വേറൊരു വാസ്തവം. അങ്ങനെ രേണു എന്ത് ചെയ്ത് സുധിയുടെ DP മാറ്റിയിട്ട് സ്വന്തം DP ഇട്ട്. അത് സംഭവം അവള് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് വെരിഫൈഡ് ടിക്ക് വീഴാൻ വേണ്ടിയിട്ടാണ്. അത് ചിലപ്പോൾ ഒരു പക്ഷെ ശരിയായിരിക്കും. അതിന്റെ റീസൺ നമ്മുടെ സ്വന്തം പ്രൊഫൈൽ വെച്ചിട്ട് സംഭവം ഇട്ടിട്ട് വെരിഫൈഡ് ഒക്കെ ഇട്ടിട്ട് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരിക്കാം. പക്ഷെ അവൾ സുധിച്ചേട്ടന്റെ DP മാറ്റിയത് വെരിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവള് മാറ്റിയതാണ് നൈസായിട്ട്. ഇനി അവനെ വേണ്ട, അവനെ വെച്ച് വിറ്റ് ഇനി ഞാൻ എൻ്റെതായ ഒരു സെറ്റപ്പായി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അവൾ മാറ്റിയത്. പക്ഷെ വെരിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് സുധിച്ചേട്ടൻ്റെ DP മാറ്റിയേ പറ്റൂ എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. കാരണം വെരിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് പലരുടെയും പേജുകൾ അല്ലാണ്ട് ഇതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാതെ മീൻസ് വേറെ പല ഫോട്ടോസ് ഇട്ട് വെരിഫൈഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് വെരിഫൈഡ് ആവാൻ വേണ്ടിയിട്ട് സുധിച്ചേട്ടൻ്റെ DP മാറ്റിയേ പറ്റൂ എന്ന് പറയുന്നത് രേണു പച്ചക്കള്ളമാണ് പറയുന്നത്. ചിരി വന്നിട്ട് വയ്യ. നിങ്ങൾ കാണാൻ അടിപൊളിയാണല്ലോ, പക്ഷെ നിന്റെ വായിന്ന് എന്നെ പറ്റി നെഗറ്റീവ് ഒന്നും കേട്ട അടിപൊളി അല്ലല്ലോ. നിന്നെ കാണാൻ നല്ലതാണ്, പക്ഷെ നിന്റെ വായിന്ന് വർത്താനവും
ഓ, അവനെ കാണാൻ നല്ലതാണ്. ഇഷ്ടപ്പെട്ടല്ലേ? ഇനി എന്റെ പൊന്നു പ്രേക്ഷകരെ, രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് വീഡിയോ കാണേണ്ട ഗതിയുടെ നമുക്ക് വരുമോ? അടിപൊളി വർത്താനൊന്നും അല്ലല്ലോ, ചുമ്മാ കള്ളത്തരമാണല്ലോ പറയുന്നത്. നിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നേ? നിന്റെ കെട്ടിയൊന്നും അല്ല ഞാൻ നിന്നെ പേടിക്കാൻ. എനിക്ക് കെട്ടിയനപ്പൊ പേടിക്കൂല്ലേ? എന്നിട്ട് ജീവിച്ചിരുന്നപ്പോ അങ്ങനെ പേടിച്ചില്ലേ? ചത്തേനെ അങ്ങനെ വിറ്റ്. അത് പേടിക്കേണ്ടത് സുചേട്ടനെ മാത്രം പേടിച്ചാ പോരാ. ഒച്ചൂട്ടോ, പേടിക്കണമെങ്കിൽ സുനിച്ചേട്ടനെ മാത്രം പേടിച്ചാൽ മതി. പിന്നെ പേടിച്ചോണ്ടിരുന്നൊക്കെ കഥകളൊക്കെ എനിക്കറിയാം. കൂടുതൽ എന്നെ കൊണ്ട് വാറപ്പിക്കും ഉണ്ടായി. പിന്നെ നിന്നെ പേടിച്ചാ DP മാറ്റിയെന്ന് പറയുന്നത് എന്റെ പൊന്നു മക്കളെ, വെറുതെ നോണ പറയരുത്, കാര്യം അറിയാതെ നോണ പറയല്ലേ. പിന്നെ ഒരുപാട് പേര് എനിക്ക് ഞാൻ ഇതിന് റിപ്ലൈ കൊടുക്കാതിരിക്കുമായിരുന്നു. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു, ചേച്ചി ഇതെന്താ സംഭവം, ചേച്ചി എന്തിനാ DP മാറ്റിയത്, ഇയാൾ കിടന്ന് പറയുന്നല്ലോ, ഇതിനുള്ള റിപ്ലൈ കൊടുക്കാൻ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ റിപ്ലൈ തരുന്നത്. എനിക്ക് ബ്ലൂടിക്ക്, അതായത് നമുക്കറിയാം പ്രൊഫൈല് സെലിബ്രിറ്റീസിനൊക്കെ, മിക്ക സെലിബ്രിറ്റീസിന്റെ പ്രൊഫൈല്, അത് മിക്ക സെലിബ്രിറ്റീസിന്റെ കാര്യം. അതിന് നിനക്കെന്ത്? ഇപ്പൊ യാവനും 1000-600 രൂപ ബ്ലൂടൂത്ത് പൈസ കൊടുത്ത് വാങ്ങാം. ഇനിയിപ്പോ സെലിബ്രിറ്റി ഒന്നും ആവണമെന്നില്ല. ഒരു തേങ്ങയില്ല. എന്ത് വേഞ്ചി പോയ യാപ്പറാച്ചി. പിന്നെ അല്ലാണ്ട് എന്ത് പറയാനാ? സെലിബ്രിറ്റികളുടെ പലരുടെയും പ്രൊഫൈൽ ബ്ലൂടൂത്ത് കാണും. എന്ത് ബ്ലൂടൂത്ത്? 600-400 രൂപ മതി മന്ത്ലി. ബ്ലൂടൂത്ത് ഫ്രീ. ആർക്കും വേണം പൈസ കൊടുത്ത് വാങ്ങാം. യൂട്യൂബിൽ പറ്റത്തില്ല. ഫേസ്ബുക്കിൽ പറ്റുമെന്ന് തോന്നുന്നു. നോക്കിയിട്ട് ഫേസ്ബുക്കിലും പറ്റും, യൂട്യൂബിൽ പറ്റത്തില്ല. അവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് 1 ലക്ഷം സബ്സ്ക്രൈബർ അടിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇവിടെ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സെറ്റപ്പ് ബ്ലൂടൂത്ത്. അയ്യോ, അവള് സെലിബ്രിറ്റിയാ. സെലിബ്രിറ്റി നീ എന്ത് എലിവരിറ്റി? ഈ സ്വയം പൊക്കണ കാണുമ്പോൾ എനിക്ക് ചൊറിഞ്ഞു വരും. വരുന്നുണ്ട്. സോ അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്കത് അപ്രൂവൽ ആക്കാൻ വേണ്ടിയിട്ട് മെറ്റീന് തന്നെ ഉള്ള മെസ്സേജ് വരുമല്ലോ, DP ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ചേഞ്ച് ചെയ്തതാണ്. അല്ലാതെ സുധിച്ചേട്ടന്റെ DP മാറ്റിയെന്ന് പറഞ്ഞ് സുധിച്ചേട്ടനെ എന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ എടുത്ത് കളഞ്ഞതുമല്ല. അയ്യോ, ശ്രീചേട്ടനെ ഹൃദയത്തിൽ നിന്ന് കളഞ്ഞല്ലേ? എന്നിട്ട് എന്തായി? ചൊറിഞ്ഞു വരണം എനിക്ക്. ശനിച്ചേട്ടനെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞല്ലേ? എടാ, ബ്ലൂടൂത്ത് പൈസ കൊടുത്താൽ ചെയ്യാനും കിട്ടും. അതിന് പ്രൊഫൈലൊന്നും വേണ്ട. ചുമ്മാ കടന്നങ്ങ് തള്ളി മറിക്കുക. സുധിച്ചേട്ടന്റെ എന്റെ ഫോട്ടോ ഇട്ടാലേ എനിക്ക് DP മാറ്റിയാലേ മറ്റത് കിട്ടുള്ളൂ. തള്ളു, വെറും തള്ളു. എത്രയോ അക്കൗണ്ടുകൾ പൈസ കൊടുത്ത് ബ്ലൂടൂത്ത് വാങ്ങുന്നു. പിന്നെ തള്ളിയങ്ങ് മറിക്കുക. ചുമ്മാ ഇരുന്ന് തള്ളുക. എങ്ങനെ സാധിക്കണോ പോയി? ഞാനിപ്പോ വേറെ വിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നില്ല. എനിക്കൊട്ടൊരു പ്രണയവും കഠിനമായിട്ടുള്ള എന്താ പറയാ, വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നുണ്ടല്ലേ. അത് എന്റെ കഴിഞ്ഞ വീഡിയോ കൊണ്ടെന്ന് തോന്നുന്നു, ഇന്നലത്തെ. ആ വീഡിയോയില് ഇവളുടെ പഴയൊരു ഇന്റർവ്യൂ എടുത്ത് വെച്ചിട്ട് സുധിച്ചേട്ടന്റെ ആഗ്രഹമാണ് വാവക്കുട്ടല്ല വേറെ കല്യാണം കഴിക്കുന്ന ഇഷ്ടമല്ല എന്ന് ഇവള് ഇന്നെ സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അതിനുശേഷം ആയിരിക്കും മോളോട്ട് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് അടിച്ചു. നീ വേറെ കല്യാണം കഴിച്ചു പോകുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആളുകളിൽ ഒരു ചെറിയ ആളാണ് ഞാൻ. സത്യം, നീ കെട്ടിപ്പോയിട്ട് വേണം ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു സമാധാനം കിട്ടാൻ. സത്യം, വളരെ പവിത്രവും കഠിനമായിട്ടുള്ള ഒരു പ്രണയവും ആരുമായിട്ടില്ല. മനസ്സിലായോ? നിന്നെ എനിക്ക് പേടിയില്ല. നിന്നെ നല്ല ആരെ, ദൈവത്തെ മാത്രം പേടിക്കും. ഓക്കെ, കുറച്ചു നേരത്തെ പറഞ്ഞു സുധിച്ചേട്ടനെയാണ് പേടിയെന്ന്. ഇപ്പൊ പറയുന്നത് ദൈവത്തിന് മാത്രമേ പേടിയുള്ളൂ. നീ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചില്ലടേ. ഒന്നീ സുധിച്ചേട്ടനെ പേടി, അല്ലെങ്കിൽ ദൈവത്തിനെ പേടി. ഇനി തങ്കം ചേട്ടനെയും പേടിയില്ല, സ്വന്തം അപ്പനെ പേടിയില്ലടേ. ചുമ്മാ അല്ല ഇങ്ങനെ ആയിപ്പോയത്. പോട്ടെ. ഇനി വേറൊരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ അൽഫുഡി സൂരജ്, യവനെതിരെ കുറച്ച് ദിവസം മുന്നേ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. കേസ് വേറെ ഒന്നല്ല, ഇവനെ ഒരു കള്ള് ഷാപ്പ് പ്രൊമോട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നെയ്യാറ്റിങ്കര എക്സൈസുകാർ ഇവന് പെറ്റി അടിച്ചു കൊടുത്തിട്ടുണ്ട് 25,000 രൂപ. ആ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് ഫുള്ള് കാണണം കേട്ടോ. 50,000 രൂപ ഫൈൻ എനിക്ക് നെയ്യാറ്റിങ്കരയുള്ള എക്സൈസ് ഓഫീസിൽ നിന്ന് ഫൈൻ അടിച്ച് തന്നിട്ടുണ്ട്. 1-2 രൂപയല്ല, 50,000 രൂപയാണ് എനിക്ക് ഫൈൻ ആയിട്ട് വന്നത്. ഇപ്പൊ അദാലത്തിലായതുകൊണ്ട് 25,000 രൂപ അടച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 25,000 കൊണ്ട് വന്നിരിക്കുകയാണ്. 2 വർഷം മുന്നെയാണ് ഒരു കള്ള് ഷാപ്പിന്റെ വീഡിയോ ചെയ്തത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് ആ ഒരു ഫൈൻ കിട്ടിയത്. ഞാൻ മാത്രമല്ല ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. ഒരുപാട് ബ്ലോഗർമാര് കള്ള് ഷാപ്പിന്റെ വീഡിയോ ഒരുപാട് ഇട്ടിട്ടുണ്ട്. അത് കള്ള് കുടിക്കുന്നതായിട്ടും കള്ള് ഷാപ്പാണെന്നും കള്ള് പറഞ്ഞുകൊണ്ടും മധുരക്കള്ളെന്നും മുന്തിരിക്കള്ളെന്നും ഇഞ്ചിക്കള്ളെന്നും എല്ലാ കള്ളെന്നും കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുകൊണ്ട് പല ബ്ലോഗർമാരും വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എക്സൈസ് ഓഫീസർ അല്ലെങ്കിൽ എക്സൈസിൽ നിന്നുള്ള ആരും അധികാരപ്പെട്ട ആരും അതിനൊന്നും കേസ് എടുക്കുന്നില്ല. എന്നെ പിടിച്ച സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ഇതേപോലുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ 2-3 ഞാൻ കാണിച്ചു കൊടുത്തു.
അപ്പൊ അവര് പറഞ്ഞു അത് ആരെങ്കിലും കേസ് കൊടുത്താൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഒരാൾ പരാതി കൊടുത്താൽ മാത്രമേ ഇങ്ങനെ അവര് കേസ് എടുക്കത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു വക്കീലിനെ വെച്ച് പൈസ മുടക്കിയിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. കള്ളിന്റെ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ ബാൻ ചെയ്യണം. ഒരാൾ പോലും വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ കട്ട് ചെയ്യണം. ഇത് ഇഷ്ടമല്ല. ആയിരക്കണക്കിന് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വീഡിയോസ് കള്ളിനെ കുറിച്ചും കള്ള് ഷാപ്പിനെ കുറിച്ചും ഡീറ്റെയിൽഡ് വീഡിയോ കിടപ്പുണ്ട്. അത് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള വലിയ വലിയ ചാനലുകാർ വരെ ഇത് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കള്ള് കുടിക്കണത് ഉൾപ്പെടെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ എക്സൈസുകാർ ഇതൊന്നും ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല? എനിക്കെതിരെ മാത്രമാണ് കേസ് വന്നത്. ഡബിൾ ഡാഡിയുള്ള ഒരാൾ പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ് എനിക്കെതിരെ കേസ് വന്നത്. എക്സൈസ് ആണെങ്കിലും ഏതാണെങ്കിലും എന്തൊരു വീഡിയോ വരാൻ പാടില്ലെങ്കിൽ പാടില്ല തന്നെയാണ്. അത് എനിക്കെന്നല്ല ആർക്കും. 25,000 എന്ന് പറയണത് അത്രയും കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് ആരും ചുമ്മാ തന്ന പൈസ ഇല്ല, എന്റെ അധ്വാനത്തിൽ നിന്ന് ഉണ്ടാക്കിയ പൈസയാണ്. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു കള്ളിഷാപ്പിന്റെ വീഡിയോ ഇട്ടിട്ടുള്ളത്. 2024 ഞാൻ ഒരു വീഡിയോ ഇടുന്നത്. ഈ കള്ളിഷാപ്പിന്റെ വീഡിയോ ഇട്ടപ്പോൾ തറ്റേ ദിവസം തന്നെ എനിക്ക് ഇവിടുന്ന് നെയ്യാറ്റിങ്കര എക്സൈസിൽ നിന്ന് കോൾ വന്നതാണ്. സൂരജിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ സൂരജ് ഇവിടെ വന്നാതെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ എക്സൈസ് ഓഫീസിൽ വന്നു. എന്നെ അറസ്റ്റ് ചെയ്തു, അവിടെ ഇരുത്തി. ഞാൻ പറഞ്ഞു സാറേ എനിക്ക് അറിഞ്ഞൂടായിരുന്നു, ഈ കള്ളിന്റെ മദ്യത്തിന്റെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അപ്പൊ സൂരജ് ഇങ്ങനെ ഒരാൾ പരാതി കൊടുത്തിട്ടാണ്, പരാതി കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു കേസ് സൂരജിന് വന്നത്, അല്ലാണ്ട് നമ്മൾ സ്വമേധയെന്ന് നമ്മൾ കേസ് എടുക്കാറില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കോടതിയിലോട്ട് അത് വിട്ടു. ഇപ്പൊ അത് ഫൈനായിട്ട് വന്നിട്ടുണ്ട്. 2 ദിവസം മുന്നേ എന്നെ എക്സൈസിന് വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു ഫൈൻ അടയ്ക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എത്ര സാറേ? 500 രൂപ ഫൈൻ അടയ്ക്കണം എന്ന് പറഞ്ഞു. ഒരു 1000 രൂപ കയ്യിൽ വെച്ചോ, അതിനകത്തെ ആവത്തുള്ളൂ ഫൈൻ എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ സൂരജ് തന്നെ വരണമെന്നില്ല, വേറെ ആരെങ്കിലും കൊണ്ട് അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ചെന്നപ്പോഴാണ് അറിയുന്നത് 1000 രൂപ അല്ല ഫൈന്. 1000 രൂപ വെളിയിൽ റോഡിലിരുന്ന് മദ്യപിക്കുന്ന ആൾക്കാണ് 1000 രൂപ. ഷെഡിന്റെ അകത്തിരുന്നിട്ട് വീഡിയോ ചെയ്യണം, അല്ലെങ്കിൽ ഷെഡിന്റെ അകത്തിരുന്ന് കള്ളിന്റെ എടുക്കണവർക്ക് 50,000 രൂപ. അദാലത്തിലൂടെ 25,000 ആക്കി. അങ്ങനെ 25,000 നമുക്ക് ഫൈനായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ വീഡിയോ ഇടാനോ ഫോട്ടോ ഇടാനോ പാടില്ലെങ്കിൽ മൊത്തത്തിൽ ഒരു വ്ളോഗർമാരും ചെയ്യാത്ത രീതിയിൽ എല്ലാ പോസ്റ്റ് റിമൂവ് ആവുന്ന രീതിയിൽ എക്സൈസ് ഡയറക്റ്റ് സ്വമേധ കേസ് എടുത്തുകൊണ്ട് വേണം ചെയ്യാൻ. അല്ലാണ്ട് ഒരാൾക്ക് മാത്രമല്ലല്ലോ ഈ ഒരു സംഭവം തരേണ്ടത്. ഇത് നല്ല വിഷമമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് പ്രായ ഒഴിഞ്ഞ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. വളരെ വിഷമത്തോടെയാണ് ഞാൻ ഇത് കൊടുക്കുന്നത്. എക്സൈസ് നമുക്ക് പൈസ കൊണ്ട് കൊടുക്കാം. കണ്ടല്ലോ അവസ്ഥ കണ്ടല്ലോ. എനിക്ക് കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വ്യവസ്ഥയോട് എനിക്ക് പുച്ഛമാണ് തോന്നിയത്. കള്ള് ഷാപ്പ് വെക്കാം, ബിവറേജ് വെക്കാം, വെള്ളം അടിക്കാം, എല്ലാം ചെയ്യാം. ഇവര് ബിവറേജ് വെക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നമ്മുടെ സർക്കാരിന് ഇടയ്ക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്തോന്ന് ഈ ബ്രാൻഡിക്ക് ഒരു പേരിടാൻ, ഏറ്റവും നല്ല പേരിന് 10,000 രൂപ എങ്ങാണ്ട് റിവാർഡും കൂടി തരാമെന്ന്. ഈ ഒരു സെറ്റപ്പാണ് നമ്മുടെ സർക്കാർ ഉണ്ടാക്കി വെക്കുന്നത്. എന്നിട്ട് ഒരു കള്ള് ഷാപ്പ് പ്രൊമോട്ട് ചെയ്തതിന്റെ പേരിൽ ഇവന്റെ പേരിൽ യാവനോ പരാതി കൊടുത്തതിനെ തുടർന്ന് കേസ് എടുത്തിരിക്കുകയാണ്. എന്തോന്നടേ, എന്ത് വ്യവസ്ഥയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് സീരിയസ്ലി ഞാൻ ചോദിക്കണം, എനിക്കത് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഈ കള്ള് കൊടുക്കുന്നത് നമ്മുടെ ഗവൺമെന്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ കള്ള് ഷാപ്പ് അങ്ങ് നിരോധിക്കണം. വേണ്ട, ഇനി കള്ള് ഷാപ്പ് വേണ്ട, ആ സംഭവം നിരോധിക്കണം, ബിവറേജ് നിരോധിക്കണം, ബാറുകൾ നിരോധിക്കണം. അങ്ങനെ ഓക്കെ. ഇതിപ്പോ നിങ്ങൾ ഇതെല്ലാം വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സും കൊടുത്തിട്ട് അത് പ്രൊമോട്ട് ചെയ്തെന്ന് അവനെ പിടിച്ച് ഫൈന് മേടിപ്പിച്ച് വിട്ട്. ഇത് പോരാഞ്ഞിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഒരുപാട് പേര് വേറെയും ഉണ്ട്. എന്തോന്നിടേ ഇത് വെള്ളരിക്ക പഠനോ? അറിയാൻ പാടില്ലാതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. സീരിയസ്ലി ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന വേറെ കുറെ കാട്ട് അപരാധികളൊക്കെ ഉണ്ട്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ദാ വന്ന് ഇത് നമ്മളെ എക്സൈസുകാരോ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ സൂരജിനെതിരെ കേസ് കൊടുത്ത മുന്നാരമോൻ ഈ വീഡിയോ കണ്ടിട്ടില്ലേ? നിന്റെ ദാസപ്പ ഉണ്ട്, റണാസുനുണ്ട്, പ്രതീസ് ഉണ്ട്, വേറൊരു മൊണ്ണയുണ്ട്. ഇതെല്ലാരും കൂടി ഇന്ന് കള്ളിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതൊന്നും ഒരുത്തനും കാണുന്നില്ലേ കേസ് കൊടുത്തവന്മാര്? പിന്നെ ഇതുപോലത്തെ കള്ള് ഷാപ്പുകൾ എന്തിനാണ് പ്രവർത്തിപ്പിക്കുന്നത്? പിന്നെ നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഇതാണെങ്കിൽ ആ കള്ള് ഷാപ്പുകൾ കൂട്ടണം, ബിവറേജസ് കൂട്ടണം. ഇത് ഇടയ്ക്ക് ഈ ബിവറേജിന് ഈ ബ്രാൻഡി ആണെന്ന് തോന്നുന്നു, ബ്രാൻഡി എന്നെ അതാ ഏതോ ബ്രാൻഡി വിസ്കി എന്തോ ആണ്, ഏതിനോ ഒന്നിന് ഏതോ ആണ്. അതിന് ഏറ്റവും നല്ല പേരിടുന്ന ആൾക്ക് 10,000 രൂപ റിവാർഡെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഏത് ഗവൺമെന്റ് ഈ പറയുന്ന മദ്യത്തിന്. എന്നിട്ട് കള്ള് ഷാപ്പിൽ കള്ള് അവൻ പ്രൊമോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവനെതിരെ പറ്റി. എന്ത് കഷ്ടോടാ, തൊലിഞ്ഞ അവസ്ഥ. എന്നിട്ട് ഇതുപോലത്തെ കൂത്താട്ടങ്ങൾ കാണിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. കള്ള് ഷാപ്പും അതും ഇതും പ്രൊമോട്ട് ചെയ്ത് ഇമ്മാതിരി കൂത്താട്ടുകൾ കാണിക്കുന്നത്. ഇതിനെതിരെ ഒന്നും കേസ് കൊടുക്കാനും നടപടി എടുക്കാനും ഒരു മോന്മാരും ഇല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്റെ പൊന്നു സാറന്മാരെ, ബഹുമാനമുണ്ട്, അതിന് വേറൊരു റീസണും ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കറിയാൻ പാടില്ല എന്ത് അവസ്ഥയുടെ, വല്ലാത്ത അവസ്ഥ കേട്ടോ. സീരിയസ്ലി കാണുമ്പോൾ തന്നെ എന്തോ വിഷമാണ് എനിക്ക് തോന്നിയത് സൂര്യന്റെ വീഡിയോ കണ്ട സമയത്ത്. ഇതൊക്കെ കിടന്ന് പേക്കൂത്തുകളും കൂത്താട്ടങ്ങളും കാണിച്ചുകൊണ്ട് ഇത് ഈ പറയുന്ന കള്ള് പ്രൊമോട്ട് ചെയ്യുന്ന മാത്രമല്ല, കൂത്താട്ടമാണ് കാണിക്കുന്നത്, അവരായി തന്നെ. അതിനെതിരെ ഒന്നും നടപടി എടുക്കാനും കേസ് കൊടുക്കാനും ആരുമില്ല.
വല്ലാത്ത അവസ്ഥ. ഇനി ഇവള് മെമ്പർഷിപ്പിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേട്ടു നോക്കാം. ഇവിടെ കേൾക്കുന്നില്ലല്ലോ. ഓപ്പ് ഇല്ല, ഒന്നേ വെയിറ്റ് ചെയ്യാം, ഒന്നേന്ന് തുടങ്ങാം നമുക്ക്. ബാ, ആരംഭിക്കില്ല. ഇൻസ്റ്റയില് ഇപ്പം സബ്ബൊക്കെ തുടങ്ങി പറയുന്നതായിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇതിന് മുന്നേ കുറെ നാൾ മുന്നേ ബിഗ് ബോസിൽ ഇറങ്ങിയ സമയത്ത് തന്നെ ഞാൻ ഓർത്താണ്. പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല, അറിയാലോ. എനിക്ക് സമയം കിട്ടിയില്ല. അയാൾക്ക് മറ്റേ കുറച്ച് ആൽബത്തിലും കുറച്ച് ഷോർട്ട് ഫിലിമിലും അഭിനയിക്കണം, പെട്ടെന്ന് സമയമൊന്നും കിട്ടൂല. പറയാനായിട്ട് കഴിഞ്ഞാൽ ഇവള് മറ്റേ ഇന്റർനാഷണൽ സ്റ്റാർ തമന്ന എന്നാണ് വിചാരം. പിന്നെ അല്ലാണ്ട് തള്ളിന് ഒരു കുറവില്ല. എങ്ങനെയാണ് സാധിക്കുന്നത്? സ്വയം പൊക്കികള്, കോപ്പ്, മുട്ടിന് മുട്ടിന് ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും ഇങ്ങനെ പിന്നെ ദുബായ് അങ്ങനെ ഓട്ടമായതുകൊണ്ട് ഒട്ടിട്ടോട് ഓട്ടം. തങ്കം ചേട്ടനെ പിടിച്ച് തുടങ്ങാത്തുണ്ട്. തങ്കം ചേട്ടന്റെ ഡാൻസ് എവിടെ? മെമ്പർഷിപ്പില് എന്തായാലും ഞാൻ തുടങ്ങി. സന്തോഷം എന്ന് പറയട്ടെ, നല്ല കുറെ സബ്സ്ക്രിപ്ഷൻസ് ഒക്കെ പണം. ഞാൻ ഫസ്റ്റ് 45 ആയിരുന്നു, അത് മാറ്റിയിട്ട് ഇപ്പൊ 180 എന്തായാലും എനിക്ക് തോന്നുന്നു. ഞാൻ അങ്ങനെ എപ്പോഴും നോക്കാറില്ല. രാവിലെ എന്തെങ്കിലും ഇടുമ്പത്തേന് ജസ്റ്റ് നോക്കാറുണ്ട്, സ്റ്റോറി ഇടുമ്പത്തേന്. അപ്പൊ എന്തായാലും സന്തോഷം. അതെന്ന് വെച്ചാല് അതിന് കുറെ വിമർശനങ്ങളും കുറെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക സെലിബ്രിറ്റീസിനും സബ് അവര് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് നിന്റെ സബ്സ്ക്രിപ്ഷനില് വന്നിട്ടുള്ള വീഡിയോ കണ്ടായിരുന്ന അടാട് അടാട് അടാടാടാട് അടുന്ന് അടുന്ന് അവര് സബ് ചെയ്തെന്ന് അവർക്കും പിന്നെ അവരുടെ സബ് ചെയ്ത ആൾക്കാർ ഇത് ചെയ്ത ആൾക്കാർക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എനിക്കൊന്ന് അറിയാവുള്ളൂ തോന്നുന്നു. പക്ഷെ ഇത് രേണുസുതി ഒരു സബ് ചെയ്തപ്പോഴത്തേന് ഓൾവേസ് നെഗറ്റീവ് പറയുന്ന കുറെ, ഞാൻ പേര് പറയുന്നില്ല, അവരെ പേര് പറഞ്ഞാൽ റീച്ച് ആക്കുന്നില്ല, വീണ്ടും റീച്ച് ആക്കുന്നില്ല. ഓ, നീന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീച്ച് പാടി ആളെ പേര്. നീ ആരാ? നീ പറഞ്ഞ് റീച്ച് കിട്ടെ. ലാലേട്ടനോ മമ്മൂക്ക ഒന്ന് നമ്മുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പറയത്തുള്ള ലാലേട്ടനും മമ്മൂക്കയുടെ നമ്മളെ പേര് പറഞ്ഞു നമുക്ക് റീച്ച് മാത്രമല്ല അവർ നമ്മുടെ പേര് പറഞ്ഞെന്നുള്ളൊരു ഇതെങ്കിലും ഓക്കെ എന്നുള്ള സാധനങ്ങളാണ്. നീ പേര് പറഞ്ഞിട്ട് എന്നാ ഇരുപത്തുണ്ടാക്കാനാ? നിന്നെക്കാളും നിലവിലെ സമൂഹത്തിൽ നമുക്കുണ്ട്. സീരിയസ്ലി നിനക്ക് എന്നാ നിലവില ഇരിക്കുകയാണ്? നിന്റെ കമന്റ് ബോക്സ് ഓണാക്കി അപ്പം മനസ്സിലാവും നാട്ടുകാർ പൊങ്കാല ഇടുന്നത്. ആണോ ഇല്ലാതെ വന്നിട്ട് തള്ളുവാന്ന്. അവള് റീച്ച് വരായിരിക്കുന്നു. നീ ആര് റീച്ച് വരാൻ? പാടി അവരെല്ലാം കൂടെ എടുത്തിട്ടൊക്കെ കൊടയുവാണ്. എനിക്ക് മാത്രം ഒന്നും പറ്റില്ല. അങ്ങനെ ഒരു കാര്യം, ഇവരാരും ഒന്ന് എന്നെ എല്ലാ മാസം കൊണ്ട് ഇവർ കൊണ്ട് പൈസ തരട്ടെ. നമ്മളിനി നിന്നെ അതും കൂടി ചെയ്യാം. നമ്മളിനി ചെലവിന് തരാം നിനക്ക്. നിനക്ക് അതല്ലേ ആവശ്യം. വെറുതെ എന്നെ അനങ്ങാതിരുന്ന് നാട്ടുകാർക്ക് തെണ്ടി ചെയ്യുക. അതാണ് ആഗ്രഹം എന്ന് എനിക്കറിയാം. ഇനി നമ്മൾ കൊണ്ട് തരാം നിനക്ക്. പടി ചുമ്മാ തള്ളി പഠിക്കാതെ. നമ്മളെല്ലാരും ജീവിക്കുന്ന പണം ഉണ്ടാക്കാനാണല്ലേ. അതുകൊണ്ട് പണം മാത്രം ഉണ്ടാക്കാനല്ല, നമുക്ക് കുറച്ച് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബന്ധങ്ങളല്ല, പണം ഉണ്ടാക്കണം, ജീവിക്കാൻ പണം വേണം എന്ന് വെച്ചിട്ട് എന്ത് പേക്കൂത്തും കാണിച്ചുണ്ടാക്കരുത്. അങ്ങനെയാണെങ്കിൽ കഞ്ചാവ് എടുത്തിട്ടും പണം ഉണ്ടാക്കാം, മനസ്സിലായ? അതുകൊണ്ട് എന്ത് പേക്കൂത്തും കാണിച്ചിട്ട് പണം ഉണ്ടാക്കരുത്. അപരാധങ്ങൾ കാണിച്ചുണ്ടാക്കുന്ന പണങ്ങൾ നാളെ ആ പണം തന്നെ നിന്നെ റിഗ്രറ്റ് ചെയ്യുന്ന രീതിയിൽ നിന്നെ തിരിഞ്ഞു കൊത്തും. അതുപോലെ നിന്റെ കൂടെ നിൽക്കുന്ന മക്കളടക്കം നിന്നെ തള്ളിപ്പറയുന്ന ഒരു ദിവസം നിനക്കുണ്ടാവും. അന്ന് നീ മനസ്സിലാക്കി ഈ ഉണ്ടാക്കിയ പണം വെറും പേപ്പർ ആയിരുന്നു എന്ന്. അതാണ് പറയുന്നത്, നിലയും വിലയും ഇല്ലാത്ത പണം കൊണ്ട് നിനക്ക് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നീ ഇപ്പം ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കും. ഒരു കാലം കഴിയുമ്പോൾ, ഒരു സമയം കഴിയുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു നിനക്ക് തോന്നി നീ റിഗ്രറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ബോധം വിവരമില്ല. പക്ഷെ നിന്റെ മക്കളെങ്കിലും നിന്നെ തള്ളിപ്പറയുമ്പോൾ നിനക്ക് ചിലപ്പോൾ ഒരു തോന്നിയിരിക്കാം. എന്തിനും അടിസ്ഥാനം പണമാണ്, പൈസയാണ്. ഏത് മാർഗേനയെന്നല്ല, നമ്മൾ നല്ല കാര്യങ്ങളിലൂടെ തന്നെ. ഇപ്പൊ എനിക്ക് നല്ല കാര്യം ചെയ്ത് പണം ഉണ്ടാക്കണം, അതല്ലേ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്ക സെലിബ്രിറ്റീസും സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് വളരെ പൈസ ഉണ്ടാകും. എന്തായാലും ഞാൻ വലിയ സംഭവം ആണെന്നൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ചെയ്തു. ഇത് ഒരുപാട് ആള് വരുമെന്ന് ഒന്നും ഉദ്ദേശം ഒന്നുമല്ല ചെയ്തത്. ഞാൻ ചെയ്തു. എന്തായാലും ഇത്ര ആൾക്കാർ വന്നു, നമുക്ക് നോക്കാം, മുന്നോട്ട് പോവാം. നീ മുന്നോട്ടാ താഴോട്ടാ പോ, എങ്ങോട്ടാ പോ, അടുത്തോക്കാം. ഇവന്ത് എന്റെ ജിഞ്ചിൻ ജാക്കറ്റ് നിനക്ക് പറ്റിയതാടായത്. അതങ്ങോട്ട് നിന്റെ ദാസപ്പന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ? അവന്റെ ജിഞ്ചിൻ ജാക്കറ്റിന്ന് ആ മേളിലിരിക്കണ മറ്റേ ചട്ടവുമെല്ലാം വന്ന് ഇവന്റെ തല എഴുന്നു കൊടുത്താൽ മതിയായിരുന്നു. കോപ്പ് ശല്യം തീർന്നിട്ട് വരുന്നു. അവൻ ഗ്യാസ് കുറ്റിയും കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ഇനി അതിന്റെ കുറേ ഉണ്ടായിരുന്നോ? എനിക്ക് തോന്നുന്നു എന്റെ കടി കണ്ടപ്പോഴേ ഗ്യാസ് കുറ്റിയെ വെറുതെ വിടാൻ വയ്യ. മറ്റേ മേളിലെ തടപ്പ് തുറന്നു വെച്ചിട്ടുണ്ടല്ലേ, ഇതിന്റെ അകത്തായിരിക്കും എന്റെ പരിപാടി. ഒന്നും പറയണില്ല ഞാൻ. പോ ഇത് ഇതാരാ അടുത്ത പുതിയ അപരാധങ്ങൾ? ജാസി ആൻഡ് മറ്റുള്ള പേരും പറഞ്ഞത് ലക്ഷ്മിയാണെന്ന് തോന്നുന്നു. പറ.
എന്തിന് എന്തിന് നീ പറയണ പറ. അതേട്ടാ, ആർക്കാണ് ഇത്ര വലിയ പ്രശ്നം? നമ്മുടെ ജാസി കൊച്ചമ്മ പറഞ്ഞതുണ്ടില്ലേ, എന്റെ പൊന്നളിയ ജാസി. കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിരയുടെ കുളമ്പടി കേട്ടു. അതുകൊണ്ട് കൂടുതൽ കിടന്ന് മെഴുകാതെ എന്റെ ജാസി കൊച്ചളിയ പോയി കമന്ന് ഉറങ്ങും. അതാണ് നിനക്കും നല്ലത്, നമുക്കും നല്ലത്. അവൻ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു ചപ്പാട്ടിനായിട്ട്. നീ എവിടെ ഇപ്പൊ സമരമായിട്ടൊക്കെ പോയല്ലോ, സമരത്തിലോട്ട് വരാം, സമയം തരാം. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ജാസി. നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യും. ഞാൻ ചുമ്മാ ജസ്റ്റ് ചെയ്തെന്നല്ല, കുറെ സംഭവങ്ങൾ. പിന്നെ എനിക്ക് മെയിനായിട്ട് മറ്റേ കേസ് പറയണമെന്നുണ്ടായിരുന്നു, അതൊന്ന് പറഞ്ഞു പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ സൂരജിന്റെ കേസ് പറയണമെന്നുണ്ടായിരുന്നു. ഇത് രണ്ടും തന്നെ മെയിൻ. പ്രത്യേകിച്ച് സൂരജിന്റെ കേസ് മെയിനായിരുന്നു. കാരണം അവനെ ഇങ്ങനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫൈൻ അടിപ്പിക്കുക, അപരാധങ്ങൾ കാണിക്കുന്നതൊക്കെ അഴിഞ്ഞാടി കിടക്കുന്നുണ്ട്. തോന്നുക കാലം എന്തോ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് പുതിയ വീഡിയോ ഇടണം. ബൈ.